ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് വായിക്കാം. നമുക്ക് യേശുവിൻ്റെ വംശാവലിയാണ് ഇന്ന് വായിക്കുന്നത്. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നമുക്കിത് ശ്രദ്ധയോടെ ശ്രവിക്കാം. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയുടെയും, മെൽക്കി യാന്നിയുടെയും, യാന്നി ജോസഫിൻ്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയായുടെയും, മത്താത്തിയ ആമോസിൻ്റെയും, ആമോസ് നാവൂമിൻ്റെയും, നാവൂം ഹെല്ലിയുടെയും, ഹെസ്ലി നഗായിയുടെയും പുത്രൻ. നഗായി മാത്തിൻ്റെയും, മാത്ത് മത്താത്തിയായുടെയും, മത്താത്തിയ സെമീയിൻ്റെയും, സെമീയിൻ യോസേക്കിൻ്റെയും, യോസേക്ക് യോദായുടെയും പുത്രൻ. യോദ യോഹന്നാൻ്റെയും, യോഹന്നാൻ റേസായുടെയും, റേസ സെറുബ്ബാബേലിൻ്റെയും, സെറുബ്ബാബേൽ സലാത്തിൻ്റെയും, സലാത്തിയേൽ നേരിയുടെയും പുത്രൻ. നേരി മെൽക്കിയുടെയും, മെൽക്കി ആദിയുടെയും, ആദി കോസാമിൻ്റെയും, കോസാം എൽമാദാമിൻ്റെയും, എൽമാദാം ഏറിൻ്റെയും പുത്രൻ. ഏർ ജോഷ്വായുടെയും, ജോഷ്വ എലിയാസറിൻ്റെയും, എലിയാസർ യോറീമിൻ്റെയും, യോറീം മത്താത്തിൻ്റെയും, മത്താത്ത് ലേവിയുടെയും പുത്രൻ. ലേവി ശിമെയോൻ്റെയും, ശിമെയോൻ യൂദായുടെയും, യൂദ ജോസഫിൻ്റെയും, ജോസഫ് യോനാമിൻ്റെയും, യോനാം എലിയാക്കീമിൻ്റെയും പുത്രൻ. എലിയാക്കീം മെലേയായുടെയും, മെലേയ മെന്നായുടെയും, മെന്ന മത്താത്തിയായുടെയും, മത്താത്ത നാഥാൻ്റെയും, നാഥാൻ ദാവീദിൻ്റെയും പുത്രൻ. ദാവീദ് ജെസ്സെയുടെയും, ജെസ്സെ ഓബദിൻ്റെയും, ഓബദ് ബോവാസിൻ്റെയും, ബോവാസ് സാലായുടെയും, സാല നഹ്ശോൻ്റെയും പുത്രൻ. നഹ്ശോൻ അമീനാദാബിൻ്റെയും, അമീനാദാബ് ആദ്മിൻ്റെയും, ആദ്മിൻ അർണിയുടെയും, അർണി ഹെസ്രോൻ്റെയും, ഹെസ്രോൻ പേരെസിൻ്റെയും, പേരെസ് യൂദായുടെയും പുത്രൻ. യൂദ യാക്കോബിൻ്റെയും, യാക്കോബ് ഇസഹാക്കിൻ്റെയും, ഇസഹാക്ക് അബ്രാഹത്തിൻ്റെയും, അബ്രാഹാം തേരായുടെയും, തേര നാഹോറിൻ്റെയും പുത്രൻ. നാഹോർ സെറൂഹിൻ്റെയും, സെറൂഹ് റെവുവിൻ്റെയും, റെവു പേലഗിൻ്റെയും, പേലഗ് ഏബറിൻ്റെയും, ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കൈനാൻ്റെയും, കൈനാൻ അർഫ്താബിൻ്റെയും, അർഫസാബ് ഷേമിൻ്റെയും, ഷേം നോഹയുടെയും, നോഹ ലാമക്കിൻ്റെയും പുത്രൻ. ലാമക്ക് മെത്തൂസലേഹിൻ്റെയും, മെത്തൂസലേഹ് ഹേനോക്കിൻ്റെയും, ഹേനോക്ക് യാരദിൻ്റെയും, യാരദ് മഹലോലിൻ്റെയും, മഹലേൽ കൈനാൻ്റെയും പുത്രൻ. കൈനാൻ ഏനോസിൻ്റെയും, ഏനോസ് സേത്തിൻ്റെയും, സേത്ത് ആദാമിൻ്റെയും പുത്രനായിരുന്നു. ആദാം ദൈവത്തിൻ്റേതുമായിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.